ചേരികളിലുള്ള മുഴുവൻ പേർക്കും ബിജെപി വീട് കൊടുത്താൽ രാഷ്ട്രീയം നിർത്താമെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഇനി ബിജെപി അധികാരത്തിൽ വന്നാൽ ചേരികൾ തന്നെ ഉണ്ടാകില്ല, എല്ലാവരെയും ഒഴിപ്പിക്കുമെന്നും കെജ്രിവാളിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം ഡൽഹിയുടെ നീറുന്ന വിഷയമാണ് കോളനികൾ. ഇങ്ങനെ ചേരികളും കോളനികളും തകർത്തെറിഞ്ഞാണ് ഡൽഹിയിൽ ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഉരുക്കുമുഷ്ടി തെളിയിച്ചിരുന്നത്. അൽഫോൺസ് കണ്ണന്താനം മുതലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, VK സക്സേന വരെയുള്ള ലഫ്റ്റനന്റ് ഗവർണർമാർ എല്ലാവരും കരുത്തരാണെന്ന് തെളിയിച്ചത് ചേരികളിലേക്ക് ബുൾഡോസറുകൾ അയച്ചാണ്. ഷീല ദീക്ഷിത് സർക്കാരാണ് ഒരു രേഖകളുമില്ലാത്ത 1638 ചേരികൾ ക്രമവൽക്കരിക്കാൻ തീരുമാനിച്ചത്. അതിൽ 1218 ചേരികൾക്ക് വൈദ്യുതിയും വെള്ളവും എത്തിച്ചു. അപ്പോഴും റേഷൻ അന്യമായിരുന്നു. തുടർഭരണം ഉറപ്പാക്കിയ ആ നീക്കത്തിനു ശേഷം പിന്നെ ഡൽഹി കണ്ടത് ഒഴിപ്പിക്കലുകളുടെ കാലമായിരുന്നു. ഒരു രേഖയും വെള്ളവും വെളിച്ചവുമില്ലാത്ത 1797 ചേരികൾ ഇപ്പോഴും ഡൽഹിയിലുണ്ട്. ആ എണ്ണം 3000 വരെയാകാമെന്നാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത്. ഓരോ ചേരിയിലും 3000 മുതൽ 30,000 വരെ താമസക്കാരും. ഡൽഹിയിലെ 2 കോടി ജനസംഖ്യയിലെ 1/3 വസിക്കുന്നത് ചേരികളിലാണ്. ആ ചേരികളെ ചൊല്ലിയാണ് ഇപ്പോൾ BJPയും ആം ആദ്മി പാർട്ടിയും കൊമ്പുകോർക്കുന്നത്. അതൊരു പുതിയ വിഷയമേ അല്ല, ഡൽഹിയുടെ ഏറ്റവും പഴയ വിഷയമാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.